ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് റോയൽ എൻഫീൽഡിന്റെ തണ്ടർബേർഡ് മോഡൽ വണ്ടികളിൽ നിന്നും ടൂൾ കിറ്റ് എങ്ങനെ പുറത്തെടുക്കാം എന്നാണ്. മിക്കുള്ളവർക്കും അറിയാവുന്ന കാര്യമാണിത്, പക്ഷേ അറിയാത്തവരുമുണ്ട്. അവർക്കായാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നോർമൽ ക്ലാസിക് സ്റ്റാൻഡേർഡ് വണ്ടികളിൽ നിന്നും ടൂൾ കിറ്റ് എടുക്കുന്നത് പോലെ അല്ല തണ്ടർബേർഡ് വണ്ടികളിൽ നിന്നും ടൂൾ കിറ്റ് എടുക്കുന്നത്. ടൂൾ കിറ്റ് എങ്ങനെ പുറത്തെടുക്കാമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത്. ടൂൾ കിറ്റിന്റെ ഉപയോഗങ്ങൾ മറ്റു പല വീഡിയോസിലായിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്. റോയൽ എൻഫീൽഡുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ടൂൾ കിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ വണ്ടിയുടെ ഇടതുവശത്ത് കാണുന്ന ബാറ്ററി കവർ തുറക്കേണ്ടതുണ്ട്. വണ്ടിയുടെ ചാവി ഉപയോഗിച്ച് ബാറ്ററി കവർ ഈ കാണുന്നത് പോലെ തുറക്കാവുന്നതാണ്. ബാറ്ററി കവർ തുറന്നു കഴിയുമ്പോൾ ബാറ്ററിയുടെ ഇടത് ഭാഗത്തായിട്ട് 4ന്റെ ഒരു അലങ്കി ടൂൾ ലഭ്യമാണ്. ഈ കാണുന്ന രീതിയിലാണ് അലങ്കി ടൂൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അലങ്കി ടൂൾ ഇതിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. 4ന്റെ ഈ ഒരു അലങ്കി ടൂൾ ഉപയോഗിച്ച് മാത്രമാണ് തണ്ടർബേർഡ് വണ്ടികളുടെ ടൂൾ ബോക്സ് തുറക്കാൻ സാധിക്കുന്നത്. തണ്ടർബേർഡ് വണ്ടികളുടെ വലത് സൈഡിലായിട്ടാണ് ടൂൾ ബോക്സ് വരുന്നത്. 4ന്റെ അലങ്കി ടൂൾ ഉപയോഗിച്ച് ഈ കാണുന്ന 4ന്റെ അലങ്കി സ്ക്രൂ ലൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 4ന്റെ ഈ ഒരു അലങ്കി സ്ക്രൂ ഉപയോഗിച്ചാണ് ടൂൾ ബോക്സ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അലങ്കി സ്ക്രൂ ലൂസ് ചെയ്ത് ഊരിയെടുത്ത ശേഷം മാത്രമാണ് ടൂൾ ബോക്സിന്റെ ഈ ഒരു കവറിങ് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നത്. അലങ്കി സ്ക്രൂ മൊത്തമായി ഊരിയെടുത്ത ശേഷം ഈ കാണുന്നത് പോലെ തന്നെ കവറിങ് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ടൂൾ ബോക്സിന്റെ കവറിങ് ഊരിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ടൂൾ കിറ്റ് കാണാൻ സാധിക്കും. ടൂൾ കിറ്റ് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് കണക്ഷൻ കൂടി ക്ലാമ്പുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ ക്ലാമ്പിൽ നിന്നും കണക്റ്റിംഗ് ബെൽറ്റ് ഊരിയെടുത്ത ശേഷം ടൂൾ കിറ്റ് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നതാണ്. ടൂൾ കിറ്റ് എന്ത് ആവശ്യത്തിനായിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാലും ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ വണ്ടിയിൽ തന്നെ തിരിച്ചു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഊരിയെടുത്ത രീതിയിൽ തന്നെ ടൂൾ കിറ്റ് വണ്ടിയിൽ തിരിച്ച് വെക്കാവുന്നതാണ്. ടൂൾ കിറ്റിനുള്ളിലെ മുഴുവൻ ടൂൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ടൂൾ ബോക്സിന്റെ കവറിങ് തിരിച്ചു വെക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാണുന്ന ലോക്കിംഗ് ക്ലാമ്പ് ഈ കാണുന്ന ഒരു ഹോളിൽ കയറ്റിയാൽ മാത്രമാണ് കവറിങ് അടയ്ക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കവറിങ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടൂൾ ബോക്സിന്റെ കവറിങ് കറക്റ്റ് ഫിക്സ് ആയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അലങ്കി സ്ക്രൂ ആദ്യമേ തന്നെ കൈകൊണ്ട് കണക്ട് ചെയ്ത് പിടിപ്പിക്കുക. കൈകൊണ്ട് അലങ്കി സ്ക്രൂ ത്രെഡിൽ കൃത്യമായി പിടിപ്പിച്ചു വെച്ച ശേഷം മാത്രമാണ് അലങ്കി ടൂൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം 4ന്റെ അലങ്കി ടൂൾ ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ സൈനിങ് ഔട്ട്. Brother, it's caught in the crossfire.